15,000 to 20,000, അതായത് 20,000 രൂപയുടെ താഴെ 15,000 രൂപയുടെ മേലുള്ള പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന രണ്ട് ഫോണുകൾ, മോട്ടോ G37 പവർ ആൻഡ് ഓപ്പോ K14X. ഈ രണ്ട് ഫോണുകളുടെ ഡീറ്റെയിൽഡ് കമ്പാരിസൺ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പിന്നെ മാർക്കറ്റിന്റെ അവസ്ഥ അറിയാലോ, 20,000 റുപ്പീസിന്റെ താഴെ ഇപ്പം ഫോൺസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾക്ക് നല്ലൊരു ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓഫർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവസാനം ഷെയർ ചെയ്യാം. ഈ രണ്ട് ഫോണുകൾ ഞാൻ എന്തിനാ ഇപ്പോഴും ബോക്സ് പിടിച്ചിരിക്കുന്നത്? ഈ രണ്ട് ഫോണുകൾ ഞാൻ കമ്പയർ ചെയ്തപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തു. ഞാൻ ഒരിക്കലും ആ ഡിപ്പാർട്ട്മെന്റിൽ മോട്ടറോള ജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ മോട്ടറോള ഡിപ്പാർട്ട്മെന്റിൽ ജയിക്കുന്നുണ്ട്. അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് റോ. സോ ഈ രണ്ട് ഫോണുകളുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ ഡിസൈൻസിലാണ് വരുന്നത്. സോ മോട്ടറോളയുടെ ബാക്കിൽ അറിയാലോ, മോട്ടറോളയുടെ സ്ഥിരം ആ ഒരു ഡിസൈൻ ആൻഡ് ലുക്കിലാണ് വന്നിരിക്കുന്നത്. വീഗൻ ലെതർ കൊടുത്തിട്ടുണ്ട്. നല്ല പ്രീമിയം ഫീൽ തരുന്ന ഒരു ഡിസൈനാണ്, നോ ഡൗട്ട്. ഓപ്പോ K14X നോക്കുകയാണെങ്കിൽ ബാക്കിൽ ആ ഒരു ഓപ്പോയുടെ സ്ഥിരം പരിപാടി അറിയാലോ, നല്ല തിളങ്ങുന്ന നല്ല പാറ്റേൺ ഉള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും കൊള്ളാം, എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഏത് ഡിസൈൻ ആണ് ഇഷ്ടപ്പെട്ടത് താഴെ കമന്റ് ബോക്സിൽ എഴുതിയിരിക്കുക. ബാക്കി വെയിറ്റും തിക്നെസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഞാൻ കണ്ടില്ല. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു ഫോൺ ഭയങ്കര വെയിറ്റ് കൂടുതലും ഭയങ്കര തിക്കും, മറ്റേ ഫോൺ ഭയങ്കര സ്ലിം ലൈറ്റ് വെയിറ്റ്, അങ്ങനെ എനിക്ക് തോന്നിയില്ല. G37 പവർ ആണെങ്കിലും K14X ആണെങ്കിലും ഈ രണ്ട് ഫോണുകളും IP64 ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗുമായാണ് വരുന്നത്. എന്നാൽ മോട്ടറോള G37 5Gയിൽ മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷനും ആ ഒരു ഡ്രോപ്പ് റെസിസ്റ്റൻസ് ഒക്കെ വരുന്നതുകൊണ്ട് കുറച്ചും കൂടി ഡ്യൂറബിൾ ആണെന്ന് പറയാൻ പറ്റും. ഈ രണ്ട് ഫോണുകളിലും 720p റെസൊല്യൂഷൻ ഉള്ള IPS LCD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്, കഴിഞ്ഞ വർഷം ഈ പ്രൈസ് സെഗ്മെന്റിൽ ഈസിലി നമുക്ക് ഫുൾ HD പ്ലസ് അല്ലെങ്കിൽ ഈവൻ 1.5K റെസൊല്യൂഷൻ ഉള്ള ആംബുലർ ഡിസ്പ്ലേ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം നല്ല ബുദ്ധിമുട്ടാണ്. ഓപ്പോ K14Xന്റെ ഡിസ്പ്ലേയുടെ സൈസ് ലേശം പൊടിക്ക് കൂടുതലാണ്, 6.75 ആണ്. മോട്ടറോള 6.67 ആണ്. എന്നാൽ മോട്ടോയുടെ ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് നൈസ്. പിന്നെ ഇതാ കണ്ടില്ല, രണ്ട് ഫോണുകളിലും പഞ്ച് ഹോൾ കട്ടൗട്ട് ആണ് വരുന്നത്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ബെസൽസ് നോക്കുകയാണെങ്കിൽ രണ്ടിലും കണക്കാണ്. ടോപ്പ്, ലെഫ്റ്റ്, ബോട്ടം, പ്രത്യേകിച്ചും ചിന്നൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ രണ്ടും നൈസ് ആണ്, അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. സോ ഔട്ട്ഡോർ കൊണ്ടുപോയപ്പോൾ ഓപ്പോ K14Xന്റെ ഡിസ്പ്ലേ കുറച്ചും കൂടി പൊടിക്കും കൂടി ബ്രൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. എന്നാൽ ഒരു മേജർ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പോ K14Xൽ മോണോ സ്പീക്കർ ആണെങ്കിൽ നമ്മുടെ G37 പവറിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സാമ്പിൾ വേണമായിരിക്കും അല്ലേ? സോ ഓപ്പോയുടെ ഫോണിൽ ഇവിടെ താഴെ നിന്ന് മാത്രമേ വരുന്നുള്ളൂ, ബോട്ടം ഫയറിംഗ് സ്പീക്കർ മാത്രമേ ഉള്ളൂ. സോ മോട്ടോ G37 പവറിൽ രണ്ട് സൈഡിൽ നിന്നും സൗണ്ട് വരുന്നുണ്ട്. സോ ഓവറോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹെഡ്ഫോൺ ജാക്ക്, യെസ്, രണ്ടിലും ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. സോ അവിടെ പേടി വേണ്ട. എന്നാൽ ഓവറോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ സ്പീക്കേഴ്സിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ എക്സ്പീരിയൻസ് G37 പവറിൽ കിട്ടും. മോട്ടോ G37 പവറിൽ കുറച്ചും കൂടി ലേറ്റസ്റ്റ് ഡയമൻസിറ്റി 6400 ചിപ്സെറ്റ് ആണെങ്കിൽ നമ്മുടെ ഓപ്പോ K14Xൽ ഡയമൻസിറ്റി 6300 ചിപ്സെറ്റ് ആണ്. അങ്ങനെ ഭയങ്കരമായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ചിപ്സെറ്റുകൾ നോക്കുകയാണെങ്കിൽ 6400 ആണ് കുറച്ചും കൂടി ബെറ്റർ. രണ്ട് ഫോണിലും 4GB 6GB വേരിയൻസ് ഉണ്ട്, 64GB 128GB സ്റ്റോറേജും വരുന്നുണ്ട്. ബാക്കി റാം സ്റ്റോറേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ LPDDR4X റാം ആണെങ്കിലും UFS 2.2 സ്റ്റോറേജ് ആണെങ്കിലും രണ്ടിലും എക്സാക്ട്ലി സെയിം ആണ്. എന്റെ എക്സ്പീരിയൻസിൽ ഈ രണ്ട് ഫോണുകളും നോർമൽ പെർഫോമൻസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസും ഫോൺ കോൾ വിളിക്കാൻ വേണ്ടി യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഓക്കെയാണ്. രണ്ട് ഫോണുകളും നല്ലോണം തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലാഗ്ഷിപ്പ് ഫോണുമായിട്ട് കമ്പയർ ചെയ്തത് ഓക്കെ, ഒരു മയത്തിൽ വേണം ഉപയോഗിക്കാൻ. ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കിയാൽ ചെറിയ ജിറ്റേഴ്സ് അവിടെ ഇവിടെ വരും തീർച്ചയായിട്ടും ഈ രണ്ട് ഫോണുകളിലും. ഈ മോട്ടോ G37 പവർ Android 16 വരുന്നതെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷേ ഓപ്പോ K14Xൽ ഔട്ട് ഓഫ് ദ ബോക്സ് Android 15 ആയിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഓപ്പോ നോർമലി അപ്ഡേറ്റ്സ് ഒക്കെ ഭയങ്കര പക്കയായിട്ട് തരുന്ന ഒരു ബ്രാൻഡാണ്. സോ ഇവിടെ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഇവിടെ Android 15 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടിയത്. മോട്ടറോള ഒരു വർഷത്തെ അപ്ഡേറ്റ് മാത്രമേ പ്രോമിസ് ചെയ്യുന്നുള്ളൂ. സോ Android 17 വരെ കിട്ടും. ഇവിടെ 2 വർഷത്തെ അപ്ഡേറ്റ് ഓപ്പോ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു അപ്ഡേറ്റ് Android 15 16 പോകാൻ വേണ്ടി ചിലവായി. ഇവിടെ വന്നിട്ടുണ്ട് Android 16 അപ്ഡേറ്റ് ഇതിൽ വന്നിട്ടുണ്ട്, ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഏത് UI ആണ് നല്ലതെന്ന് ചോദിച്ചാൽ അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. രണ്ട് ഫോണുകളിലും ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ടിലും ഈ ഫോൺ ബ്രാൻഡുകൾ തരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും ബ്ലോട്ട്വെയർസ്, അതായത് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഓപ്പോയിൽ ലേശം കൂടുതലായിരുന്നു, അതായത് ആ ഒരു ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതെല്ലാം ഒന്നൊന്നായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഇനിയാണ് എന്നെ ഞെട്ടിച്ച ഡിപ്പാർട്ട്മെന്റ്, അതായത് ക്യാമറ. സോ ക്യാമറ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഓപ്പോ എന്ന ബ്രാൻഡാണ് അല്ലേ? പക്ഷേ ഞാൻ രണ്ടിന്റെയും ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ HDR പെർഫോമൻസ്. HDR എന്ന് പറയുമ്പോൾ
സബ്ജക്റ്റിൻ്റെ ബാക്കിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സബ്ജക്റ്റ് എത്രമാത്രം എക്സ്പോസ്ഡ് ആണ്, എത്രമാത്രം ക്ലിയർലി ഫേസ് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ബേസിക്കലി HDR. ഈ ഫോട്ടോ കണ്ടു നോക്കൂ. മോട്ടറോള നല്ലോണം ചെയ്തിട്ടുണ്ട്, നല്ല HDR ആണ്. ഓക്കെ, പക്ഷേ ഓപ്പോയിൽ HDR ഒട്ടും ശരിയായിട്ടില്ല. ഞാൻ വീണ്ടും ഒരു ഫോട്ടോ എടുത്ത് നോക്കി, ആ ഫോട്ടോയും സെയിം അവസ്ഥയാണ്. ഓപ്പോ അത് അപ്ഡേറ്റിലൂടെ കറക്റ്റ് ചെയ്യാനുണ്ട് ആക്ച്വലി. ബാക്കി നോർമൽ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ, അതായത് ഫേവറബിൾ ലൈറ്റ് ഒക്കെ ആണെങ്കിൽ, ഇങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ട് ലൈറ്റ് അല്ല, നേരെ ലൈറ്റ് ഒക്കെ വീഴുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ട് ഫോണിലും ഡീറ്റെയിൽസ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്. എന്നാൽ വീഡിയോയിൽ ഐ എം റിയലി സോറി, ഓപ്പോ എന്താണെന്നറിയില്ല, ഓപ്പോയുടെ വീഡിയോ പെർഫോമൻസ് അത് നോർമൽ വീഡിയോ ആണെങ്കിൽ സെൽഫി വീഡിയോ ആണെങ്കിൽ വളരെ മോശമാണ്. ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മോട്ടോ G37 പവറിന്റെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും വെച്ച് നമുക്ക് നല്ല സ്റ്റേബിൾ 2K 30 FPS വീഡിയോസ് വരെ എടുക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങളുടെ ഉദ്ദേശം ക്യാമറ പെർഫോമൻസ് ആണ്, പ്രത്യേകിച്ചും വീഡിയോസ് ഒക്കെ ആണെങ്കിൽ മോട്ടോ ക്ലിയർ വിന്നർ ആണ്. മോട്ടോ G37 പവറിൽ 7000 mAh യമണ്ടൻ ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. ഓപ്പോയും ഭയങ്കര പുറകിലൊന്നുമല്ല, K14Xൽ 6500 mAh ബാറ്ററിയാണ്. സോ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മോട്ടോറോള കുറച്ചും കൂടി പൊടിക്കും കൂടി, അതായത് അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ വരെയുള്ള കൂടുതൽ സ്ക്രീൻ ഓൺ ടൈം തരുന്നുണ്ടായിരുന്നു മോട്ടോ G37 പവർ. എന്നാൽ ഈ രണ്ട് ഫോണുകളും ഈസിലി ഒരു ദിവസമല്ല പിറ്റേ ദിവസം വരെ ബാറ്ററി ബാക്കപ്പ് തരുന്നുണ്ട്. സോ ബാറ്ററിയുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് രണ്ട് ഫോണുകൾ നൈസ് ആണെങ്കിലും നമ്മൾ ആ ഒരു ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ മോട്ടോ G37 പവർ ആയിരിക്കും മുന്നിൽ. എന്നാൽ ചാർജിങ്ങിൽ നേരെ തിരിയും. ഓപ്പോ K14X 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബോക്സിൽ ചാർജർ ഉണ്ട്. മോട്ടറോള 30 വാട്ടിന്റെ ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ബോക്സിലും ചാർജർ കൊടുത്തിട്ടുണ്ട്. രണ്ടിന്റെയും ചാർജിംഗ് ടെസ്റ്റ് നോക്കിയപ്പോൾ 15 മിനിറ്റിന്റെ വ്യത്യാസമാണ് എനിക്ക് കിട്ടിയത്. ഈ രണ്ട് ഫോണുകളും 5G ഫോൺസ് ആണ്. 5G കണക്ടിവിറ്റി ആണെങ്കിലും ഡൗൺലോഡ് സ്പീഡ് ആണെങ്കിലും കോൾ ക്വാളിറ്റി അതൊക്കെ നൈസ് ആയിരുന്നു, ഇഷ്യൂ ഒന്നുമില്ല. രണ്ട് ഫോണിലും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും നമുക്ക് വേണമെങ്കിൽ SD കാർഡ് ഇടാൻ പറ്റും. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. FM റേഡിയോ രണ്ടിലും വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയുടെ മേളിൽ നോക്കിയപ്പോൾ ഒരു അഡീഷണൽ മൈക്ക് കൊടുത്തിട്ടുണ്ട്, നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ഇവിടെ ആ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് മിസ്സിംഗ് ആണ് ഓപ്പോയിൽ. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സൗണ്ട് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് മോട്ടോയിലായിരിക്കും. ഈ നമ്മുടെ ഓപ്പോയിൽ ഓപ്പോ ഡയലർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അനൗൺസ്മെന്റ് ഇല്ലാത്ത ഓട്ടോ കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. മോട്ടോ G37 ഗൂഗിൾ ഡയലർ ആയതുകൊണ്ട് ഇവിടെയും കോൾ റെക്കോർഡിംഗ് ചെയ്യാം, പക്ഷെ ചെറിയൊരു ബീപ്പ് അങ്ങോട്ടേക്ക് പോകും. പിന്നെ ഈ രണ്ട് ബ്രാൻഡുകളെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഞാൻ ഷെയർ ചെയ്യട്ടെ. ലോകത്തിലെ ആദ്യത്തെ കമർഷ്യൽ ഹാൻഡ് ഹെൽഡ് മൊബൈൽ ഫോൺ ഉണ്ടാക്കിയ കമ്പനി മോട്ടറോള ആയിരുന്നു. ഇതായിരുന്നു ആ ഒരു യമണ്ടൻ മൊബൈൽ ഫോൺ. ഓപ്പോ എന്ന ബ്രാൻഡ് ഫോണുകൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് MP3യും DVD പ്ലേയേഴ്സ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. സോ ഈ രണ്ട് ഫോണുകളുടെ പ്രോസും കോൺസ്, ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മോട്ടോ G37 പവർ ആണ് ഓവറോൾ വിന്നർ. പ്രത്യേകിച്ച് നിങ്ങൾ ക്യാമറ പെർഫോമൻസ് കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ബെറ്റർ. ഈ മോട്ടോ G37 പവർ നിങ്ങൾക്ക് 13,999 രൂപയുടെ ഓഫർ പ്രൈസിൽ ഈ വരുന്ന ഫ്ലിപ്കാർട്ട് ഫ്രീഡം സെയിലിൽ വാങ്ങിക്കാൻ പറ്റും. 8-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് 7-ാം തീയതി തൊട്ട് ഓഫറിൽ ഫോൺസ് വാങ്ങിക്കാം. ഞാൻ ഈ രണ്ട് ഫോണുകളുടെയും ബൈ ലിങ്ക് താഴെ പ്രൊഡക്റ്റ് ടാഗിംഗ് സെഗ്മെന്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട്, ചെക്ക്ഔട്ട് ചെയ്യുക. ഇനി പിന്നീട് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കിലാണെന്ന് തോന്നുന്നു ബിഗ് ബില്യൺ ഡേ സെയിൽ വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ അറിയാലോ, ഓപ്പൺ ബോക്സ് ഡെലിവറി കിട്ടും. അതായത് ഡെലിവറി ഏജന്റ് തന്നെ ആ ബോക്സ് കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും. ഫോൺ ഓക്കെ ആണോ, വർക്ക് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഓഫർ സമയത്ത് നിങ്ങൾക്ക് കൂടിയ എക്സ്ചേഞ്ച് വാല്യൂ കിട്ടും. ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും നോ കോസ്റ്റ് EMI ഒക്കെ ഈടാക്കാൻ പറ്റും. പല ബാങ്കുകളുടെ കാർഡുകളിൽ ബാങ്ക് ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. 30 ഡേ ഫ്രീ ആക്സിഡന്റൽ മൊബൈൽ പ്രൊട്ടക്ഷൻ കവറേജ് ഒക്കെ ഫ്ലിപ്കാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ.